എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ പറ്റിയിട്ടാണ്, ബാക്കപ്പ്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുമ്പോൾ തുടക്കത്തിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ബാക്കപ്പ് എടുത്ത് വെക്കണം എന്നുള്ളത്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളുടെ സിസ്റ്റം കംപ്ലൈൻ്റ് ആവേ അല്ലെങ്കിൽ നമ്മളുടെ ഡാറ്റ എൻട്രി മിസ്റ്റേക്ക് വരെ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് റീസ്റ്റോർ ചെയ്യുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഗുലർ ആയിട്ടുള്ള ബാക്കപ്പ് ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഇയർ എൻഡ് കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു മെയിൻ പോയിൻ്റാണ് ബാക്കപ്പ്. കാരണം നമ്മളുടെ ഒരു ഇയറിലെ കംപ്ലീറ്റ് എൻട്രീസിൻ്റെ അവസാനത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തുന്നത്. നമ്മളുടെ ഫൈനലൈസേഷൻ വർക്കും നമ്മളുടെ ഇയർ എൻഡ് പ്രോസസ്സൊക്കെ ചെയ്യുന്നതിന് തൊട്ട് മുന്നേയുള്ള നമ്മളുടെ ഒരുപാട് വർക്ക് നമ്മൾ ചെയ്യുന്ന സമയമാണ് നമ്മളുടെ ഇയർ എൻഡ് എന്ന് പറയുന്നത്. ആ ടൈമിൽ നമ്മൾ പ്രത്യേകിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ബാക്കപ്പ് എടുത്തിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ബാക്കപ്പ് എടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ആ രീതി ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതി ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. നമ്മൾ പറയുന്നത് കുറച്ചും കൂടി സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓരോ ദിവസത്തെയും ബാക്കപ്പ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ബാക്കപ്പ് നിർബന്ധമാണെങ്കിൽ പോലും ചില ആൾക്കാർ ചിലപ്പം ചില അക്കൗണ്ടുകൾ ബാക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കാത്തവരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ പോലും, അതായത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് അതല്ലെങ്കിൽ വേറൊരു കോപ്പിയായിട്ട് ബാക്കപ്പ് വെക്കണ്ടെന്ന് തീരുമാനിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഒരു കോപ്പി നിങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെ വേറെ എടുത്തു വെക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഒരഭിപ്രായം. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ അഥവാ നിങ്ങളുടെ ഭാഗ്യക്കേടിന് ഡാറ്റയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പം കഴിയുന്നതും നിങ്ങൾ എത്ര റിസ്ക് ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിലെങ്കിലും സേഫ് ആക്കിയിട്ട് എടുത്തു വെക്കണം എന്നാണ് നമ്മളുടെ ഒരു അഭിപ്രായം. അപ്പോൾ എങ്ങനെയാണ് ബാക്കപ്പ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കപ്പിൻ്റെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ടാലി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പനിയും തുറന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഡീഫോൾട്ടായിട്ട് നമുക്ക് വരുന്ന സ്ക്രീനാണ് ഇത്. ഇതിന് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, ഗേറ്റ് വേ ഓഫ് ടാലി എന്നാണ് നമ്മളിതിന് പറയുക. ആ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, സെലക്ട് കമ്പനി, ലോഗിൻ ആസ് റിമോട്ട് യൂസർ, ക്രിയേറ്റ് കമ്പനി, ബാക്കപ്പ്, റീസ്റ്റോർ. അതിൽ നമ്മൾ റീസ്റ്റോർ എന്ന് പറഞ്ഞ ഭാഗം നിങ്ങൾ 99% എടുക്കരുതെന്നാണ് നമ്മളുടെ അഭിപ്രായം. അത്രയും അറിയുന്നവർ മാത്രമേ നിങ്ങൾ റീസ്റ്റോർ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. റീസ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു വെച്ച ബാക്കപ്പ് നമ്മളുടെ സിസ്റ്റത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന സംവിധാനമാണ്. പക്ഷേ ഇത് അറിയാതെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഓൾറെഡി ഉള്ള ബാക്കപ്പ് ഓൾറെഡി ഉള്ള ഡാറ്റ ഓവർ റൈറ്റ് ആയിപ്പോവും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ബാക്കപ്പ് കാര്യങ്ങളൊക്കെ എടുക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ 99% നിങ്ങളത് എടുക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കപ്പ് എന്നുള്ള ഓപ്ഷനാണ്. ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എൻ്റർ ചെയ്തിട്ട് നമ്മൾ അതിൽ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് ചെയ്യുക. ബാക്കപ്പിൽ നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുക. എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോഴ്സ്, ഡെസ്റ്റിനേഷൻ, നമ്മളുടെ സോഴ്സ് ഏതാണെന്നും ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ് വേണ്ടത് എന്നുള്ളതും ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ചോദിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് നമ്മളുടെ സോഴ്സ് ഏതാണെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഡാറ്റ എവിടെ നിന്നാണ്, ഈ ബാക്കപ്പ് ചെയ്യാൻ പോകുന്ന ഡാറ്റ നമ്മളുടെ എവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്, സോഴ്സ് എന്നുള്ള സ്ഥലത്ത്. രണ്ടാമത്തെ ഓപ്ഷനായിട്ട് അതിൻ്റെ അകത്ത് ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എവിടേക്കാണ് നമുക്ക് ബാക്കപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കയ്യിലൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ ഹാർഡ് ഡിസ്കിലേക്ക് കൊടുക്കാം. ഒരു പെൻഡ്രൈവ് ഉണ്ടെങ്കിൽ പെൻഡ്രൈവിലേക്ക് കൊടുക്കാം. പെൻഡ്രൈവ് നമ്മൾ എപ്പോഴും രണ്ടാമത് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം ശരിക്കും പെൻഡ്രൈവാണ്, കൊണ്ടു നടക്കാനും സുഖമാണ്. പക്ഷേ പെൻഡ്രൈവ് എപ്പോഴും കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ജസ്റ്റ് ഒരു ഫ്ലക്ച്വേഷൻ, അതായത് നമ്മൾ ചിലപ്പോൾ ഊരുമ്പോൾ ഒന്ന് ഇളകിപ്പോയാൽ വരെ അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടായാൽ വരെ ചിലപ്പോൾ അത് നമ്മളുടെ USB അല്ലെങ്കിൽ പെൻഡ്രൈവ് വർക്കിംഗ് അല്ലാതെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെൻഡ്രൈവ് എപ്പോഴും രണ്ടാമതോ മൂന്നാമതോ ലാസ്റ്റോ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു പെൻഡ്രൈവിലേക്ക്, എക്സ്റ്റേണൽ പെൻഡ്രൈവിലേക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിലേക്ക് ചെയ്യാം. അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ സിസ്റ്റത്തിലേക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇനി നമ്മളുടെ ഇൻ സി ഡി എന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ ഒരു സെറ്റിങ്സ് ഉണ്ട്. ഒന്നുകിൽ ഇൻ സി ഡി അല്ലെങ്കിൽ നമ്മളിപ്പം ഫ്ലാഷ് ഡ്രൈവ് പോലെ നമ്മളുടെ CD
നമുക്ക് ആക്കി വെക്കാൻ പറ്റും. അങ്ങനെ ആക്കുന്നവർക്ക് നമുക്ക് സി ഡിയിലേക്ക് ബേൺ ചെയ്യാനുള്ള ഓപ്ഷനായിട്ടും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സിസ്റ്റത്തിലേക്ക് എങ്ങനെയാണ് ബാക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. സിസ്റ്റത്തിൽ ബാക്കപ്പ് ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും നമ്മളുടെ ടാലിയുടെ ഡാറ്റ എവിടെയാണോ ഉള്ളത് ആ ഡ്രൈവിലേക്ക് തന്നെ ബാക്കപ്പ് ചെയ്യാത്തതാണ് ഏറ്റവും നല്ലത്. അതായത് നമ്മളുടെ ഡാറ്റ ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ടാലിയിൽ കാണിക്കുന്നത് D:, അതായത് നമ്മളുടെ സോഴ്സിലാണ് നമ്മളുടെ ഡാറ്റ എവിടെ നിന്നാണ് എടുക്കുന്നത് എന്നുള്ളത് കാണിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം D:/tally.erp9. എൻ്റെ ഫോൾഡറിൻ്റെ പേര് അതിൻ്റെ കൂടെ ഞാനൊരു 6.1 കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഡാറ്റ, അത് കഴിഞ്ഞതിന് ശേഷം 1, അതായത് ഡാറ്റ 1 എന്നുള്ളതാണ് എൻ്റെ ഫോൾഡർ. ഈ ഫോൾഡർ നമ്മളുടെ മൈ കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ D ഡ്രൈവിൽ tally.erp9 അത് കഴിഞ്ഞിട്ട് 6.1 ഇതാണ് നമ്മളുടെ ഡാറ്റ. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിൽ ഡാറ്റ 1 ഇതാണ് നമ്മളുടെ ഡാറ്റയായിട്ടുള്ളത് മൈ കമ്പ്യൂട്ടറിൽ. അതായത് നമ്മളെ മൈ കമ്പ്യൂട്ടറിൽ ഫസ്റ്റ് നമുക്ക് കാണിക്കുന്നത് ഡ്രൈവിൻ്റെ പേരാണ്, ഏത് ഡ്രൈവാണെന്നുള്ളത്. ആ ഡ്രൈവിൻ്റെ പേര് നമ്മൾ ഇവിടെ നോക്കിയാൽ കാണാം, ലോക്കൽ ഡിസ്ക്, ന്യൂ വോളിയം, അങ്ങനെ പല പേരിലും. അതിൻ്റെ കൂടെ ബ്രാക്കറ്റിൽ കാണിക്കും അതിൻ്റെ ഡ്രൈവിൻ്റെ നെയിം എന്താണെന്നുള്ളത്. ഇപ്പോൾ D ഡ്രൈവിലാണ് നമ്മളുടേത്. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോൾഡറിൻ്റെ നെയിമാണ്, സ്ലാഷ് ഇട്ടിട്ട് വരുന്നത് ഫോൾഡറിൻ്റെ നെയിമാണ്. ആ ഫോൾഡർ നെയിം നമുക്കിവിടെ നോക്കിയാൽ കാണാം 6.1 tally.erp9 6.1 എന്നുള്ളതാണ് നമ്മളുടെ ഫോൾഡർ. അതിൻ്റെ കഴിഞ്ഞിട്ട് ഒരു സ്ലാഷും കൂടി ഇട്ടിട്ടുണ്ട്. അതിനർത്ഥം ആ tally.erp9 6.1 ശേഷം ഒരു ഫോൾഡറും കൂടിയുണ്ട്. ആ ഫോൾഡറിൻ്റെ പേരാണ് ഡാറ്റ 1 എന്നുള്ള ഫോൾഡർ. ആ ഡാറ്റ 1 എന്നുള്ള ഫോൾഡറിലാണ് നമ്മളുടെ ഡാറ്റാസൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ D ഡ്രൈവിലേക്ക്, അതായത് ഈ ഡ്രൈവിലേക്ക് തന്നെ നമ്മൾ ഒരിക്കലും ബാക്കപ്പ് ചെയ്യരുത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഓരോരുത്തർക്കും ഓരോ ചെറിയ ചെറിയ കഷ്ടകാലങ്ങൾ വരുന്ന സമയത്തായിരിക്കും പലതും നഷ്ടപ്പെട്ടു പോവുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ട് നമ്മളുടെ D ഡ്രൈവ് കംപ്ലൈൻ്റ് ആയി പോവുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ബാക്കപ്പും നഷ്ടമാവും, നമ്മളുടെ ഒറിജിനൽ ഡാറ്റയും നഷ്ടമാവും. നമ്മളുടെ സിസ്റ്റത്തിൽ C മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും സിയിലേക്കെങ്കിലും ബാക്കപ്പ് ചെയ്ത് വെക്കുക. കഴിയുന്നത് എക്സ്റ്റേണൽ ഡ്രൈവുകൾ വെക്കുക, അതിലേക്ക് ബാക്കപ്പ് ചെയ്യുക. സിയും ഡിയും ഉള്ള കമ്പ്യൂട്ടറുകളുണ്ട്, അതായത് സിയും ഡിയും മാത്രമുള്ള കമ്പ്യൂട്ടറുകൾ ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഒരിക്കലും ഡിയിലാണ് ടാലി, അതുകൊണ്ട് സിയിലേക്ക് ബാക്കപ്പ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. കാരണം സിയിലേക്ക് ബാക്കപ്പ് ചെയ്താലുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ സിസ്റ്റം എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നാൽ ആദ്യം റിപ്പയർ ചെയ്യുന്ന ഡ്രൈവ് C ഡ്രൈവാണ്. നമ്മളുടെ ഓൾമോസ്റ്റ് എല്ലാ ആപ്ലിക്കേഷൻസും ഇൻസ്റ്റാൾ ചെയ്യുന്നത് C ഡ്രൈവിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ആ OSും നമ്മളുടെ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസും ഇൻസ്റ്റാൾ ചെയ്യുന്ന ഡ്രൈവിലേക്ക് ഒരിക്കലും ബാക്കപ്പ് കൊടുക്കരുത്. അപ്പോൾ സിയും ഡിയും മാത്രമാണുള്ളതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഡിയിലേക്ക് തന്നെ ചെയ്താൽ മതി ബാക്കപ്പ്. C D കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരു ഡ്രൈവ് ഉണ്ടെങ്കിൽ കഴിയുന്നതും നിങ്ങൾ ആ ഡ്രൈവാണ് യൂസ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. C ഡ്രൈവിലേക്ക് കഴിയുന്നതും ബാക്കപ്പ് ചെയ്യരുത്. ബാക്കപ്പ് ചെയ്താൽ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് പറ്റിയാൽ നമ്മൾ ഫസ്റ്റ് ഇറേസ് ആക്കുന്നത്, അല്ലെങ്കിൽ ഫോർമാറ്റ് ചെയ്താൽ ഫസ്റ്റ് ഇറേസ് ആവുന്നത് നമ്മളുടെ C ഡ്രൈവാണ്. C അല്ലാതെ D, E, F അങ്ങനെ ഒരുപാട് ഡ്രൈവുകളുള്ള കമ്പ്യൂട്ടർ ആണെങ്കിൽ ഏത് ഡ്രൈവിലാണോ ടാലി ഇൻസ്റ്റാൾ ചെയ്തത് അതിൽ നിന്നും മാറ്റി അതിൻ്റെ ലാസ്റ്റുള്ള ഡ്രൈവിൽ, ഇപ്പം നമ്മളുടെ ഇതിൽ J ആണ് ഏറ്റവും ലാസ്റ്റ് ഡ്രൈവ്, അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുള്ള ഡ്രൈവാണ്. ഇത് രണ്ടും എക്സ്റ്റേണൽ ഡ്രൈവാണ് താഴെ കാണിച്ചിട്ടുള്ളത്. ഇൻറ്റേർണൽ ആയിട്ടുള്ള ഹാർഡ് ഡിസ്കിലുള്ള ലാസ്റ്റ് ഡ്രൈവിലേക്ക് വേണം നമുക്ക് കൊടുക്കാൻ. അത് നിങ്ങൾക്ക് ഡ്രൈവ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ആ ഡ്രൈവിൽ നമ്മളിപ്പോൾ ജെയിലേക്കാണ് കൊടുക്കേണ്ടതെങ്കിൽ J: അടിക്കുക, ഒരു സ്ലാഷ് അടിക്കുക, J 2 കുത്ത്, അതിനുശേഷം ഒരു ഫോർവേഡ് സ്ലാഷ് ലെഫ്റ്റിലേക്ക് ചരിഞ്ഞിട്ടുള്ളൊരു വരയും കൂടി കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായി, അതായത് J എന്നുള്ള നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ ഡ്രൈവിലേക്ക് നമ്മൾ പാത്ത് സെറ്റ് ചെയ്യുകയാണ്, ഡെസ്റ്റിനേഷൻ പാത്ത്. അവിടെ നമുക്ക് എന്ത് പേര് വേണം കൊടുക്കുക. അപ്പോൾ ഞാനിപ്പം പ്രജിത്ത് എന്നുള്ള എൻ്റെ പേരാണ്, എൻ്റെ പേരിൽ പ്രജിത്ത് എന്ന് പറഞ്ഞിട്ട് പ്രജിത്ത് ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ട് വേണം കൊടുക്കാം, ടാലി ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ട് വേണം കൊടുക്കാം. ഇനി അതല്ല നമുക്ക് വേറെ എന്തെങ്കിലും ഇയറാണ് 2019-20 എന്നുള്ള ഇയറാണ് കൊടുക്കേണ്ടതെങ്കിൽ അങ്ങനെ കൊടുക്കാം, 2018-19 എന്നുള്ള ഇയറാണ് അങ്ങനെ കൊടുക്കാം. എന്താണോ പേര് വേണ്ടത് ആ പേര്, നമ്മളുടെ ഫോൾഡറിൻ്റെ നെയിമാണ് അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്.
അപ്പം നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ടാലി ബാക്കപ്പ് ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക. ഇതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ ഇത് ടാലിയുടെ ബാക്കപ്പ് ആണെന്ന് ഏത് ആൾ വന്ന് നോക്കിയാലും മനസ്സിലാവും. അതിൽ നമ്മൾ ഒരു സ്ലാഷും കൂടി കൊടുക്കുകയാണ്. അതായത് അതിന് ശേഷം ടാലി ജെ ഡ്രൈവിൽ ടാലി ബാക്കപ്പ് എന്നുള്ളൊരു ഫോൾഡറിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ പുതിയൊരു ഫോൾഡറായിട്ട് വേണം നമ്മളുടെ ബാക്കപ്പ് വരാൻ എന്നുള്ളതാണ് അടുത്ത രണ്ടാമത്തെ സ്ലാഷ് കൊടുക്കുന്നതിനർത്ഥം. അപ്പോൾ രണ്ടാമത്തെ സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡേറ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും നമ്മളുടെ കഷ്ടകാലത്തിന് ഒരു ഡാറ്റ മിസ്സിങ് ആവുകയോ അല്ലെങ്കിൽ ഒരു എൻട്രി ഡിലീറ്റ് ആവുകയോ ചെയ്താൽ നമുക്ക് അതിൻ്റെ ബാക്കോട്ട് പോയി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തെ ബാക്കപ്പും നമുക്ക് സെപ്പറേറ്റ് ആയി നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഇതിന് ശേഷം നമ്മളുടെ ഡേറ്റ് കറൻറ്റ് ഡേറ്റ് നമ്മളവിടെ എൻട്രി ചെയ്ത് കൊടുക്കാം. അപ്പം ഞങ്ങൾ സാധാരണ സജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇയർ ആദ്യം കൊടുക്കും, അതിനുശേഷം മന്ത് കൊടുക്കും, അതിനുശേഷം ഡേറ്റ് കൊടുക്കും. ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ 2019 ഇപ്പം മാർച്ച്, ഞാനിപ്പോൾ ഡേറ്റിന് 3 അടിച്ചാൽ മതി, എന്നാലും ഞാൻ മാർച്ച് എന്ന് അടിക്കുകയാണ്, കാരണം നിങ്ങൾക്കത് 3 കൺഫ്യൂഷൻ ആവേണ്ട എന്നുള്ളതുകൊണ്ടാണ്. 2019 മാർച്ച് ഇന്ന് 2-ാം തീയതി. അപ്പോൾ 2-ാം തീയതി എന്നുള്ളത് നമ്മളവിടെ കൊടുത്തു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നാളെ നമ്മൾ റിപ്പീറ്റഡ് ബാക്കപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്കത് മാർച്ചിന് ശേഷമുള്ള 2 മാത്രം മാറ്റിയിട്ട് 3 ആക്കിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് എളുപ്പമാണ്. മറ്റേതാകുമ്പോൾ നമ്മൾ എൻഡിൽ വന്ന് പിന്നെ നമ്മൾ കേസർ റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് എവിടെയാണോ മാറ്റം വരുത്തേണ്ടത് അതുവരെ നമ്മൾ കൊണ്ടുവരണം. അതിന് ഏറ്റവും സിമ്പിളായിട്ട് ഇതാണ് സുഖം. ഇതാകുമ്പോൾ നാളെ ഇത് മാറ്റിയിട്ട് എന്താക്കിയാൽ മതി, 3 ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ 2 എന്ന് കൊടുത്തു, കറണ്ട് ഡേറ്റ് എൻട്രി ചെയ്തു. നമുക്ക് ഏതാണോ നമ്മളുടെ എടുക്കേണ്ട കമ്പനിയുടെ ബാക്കപ്പ്, നമ്മൾ ഇതുവരെ ബാക്കപ്പ് എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും മുഴുവനായിട്ടും, അതായത് ഇങ്ങനെ സെലക്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇത് 1 by 1 ആയിട്ട് സെലക്ട് ചെയ്ത് പോയാലും മതി, മുഴുവനായിട്ടും നിങ്ങൾ ബാക്കപ്പ് എടുത്തിരിക്കണം ഒരു പ്രാവശ്യം. ഇനി മന്ത്ലി ഒരു പ്രാവശ്യം നിങ്ങൾ മുഴുവൻ ബാക്കപ്പ് എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള കമ്പനികൾ ഏതൊക്കെയാണോ അത് മുഴുവൻ നിങ്ങൾ ബാക്കപ്പ് ചെയ്യുക. ഇപ്പം ഞാനിവിടെ ഇത്രയും കമ്പനികളാണ് ബാക്കപ്പ് ചെയ്യാൻ പോകുന്നത്. അത് ആ കമ്പനികൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിലൊരു ഓപ്ഷൻ ഉണ്ട്, എൻഡ് ഓഫ് ലിസ്റ്റ്. നമ്മളുടെ സെലക്ഷൻ വരുന്നത് റൈറ്റ് സൈഡിലാണ്. അത് നേരത്തെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ ലെഫ്റ്റ് സൈഡിൻ്റെ പറയാഞ്ഞത്. ഇതിൽ ഏറ്റവും മുകളിലായിട്ട് നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട് എൻഡ് ഓഫ് ലിസ്റ്റ്. അതായത് നമ്മളൊരു 4-5 കമ്പനി അല്ലെങ്കിൽ 1-2 കമ്പനി അല്ലെങ്കിൽ ഒരു കമ്പനി സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി കമ്പനി സെലക്ട് ചെയ്യാനില്ലെങ്കിൽ നമ്മൾ എൻഡ് ഓഫ് ലിസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും ആക്സെപ്റ്റ്, അതായത് ബാക്കപ്പ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ യെസ് അടിക്കുന്നതോടുകൂടി നമ്മളുടെ ബാക്കപ്പ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നമ്മൾ നേരത്തെ പോയി നോക്കിയതുപോലെ നോക്കുകയാണെങ്കിൽ മൈ കമ്പ്യൂട്ടറിൽ ജെ ഡ്രൈവിൽ ടാലി ബാക്കപ്പ് എന്നുള്ളതിൻ്റെ ഉള്ളിൽ നമ്മളത് ബാക്കപ്പ് ആയോ എന്ന് പോയി നോക്കുക. നമ്മൾ നേരത്തെ പോയ പോലെ തന്നെ മൈ കമ്പ്യൂട്ടറിൽ ജെ ഡ്രൈവിൽ നമ്മളുടെ ടാലി ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിലാണ് നമ്മൾ ഫസ്റ്റ്, അതായത് ഒരു ജെ കഴിഞ്ഞിട്ട് കോളനിട്ട് ടാലി ബാക്കപ്പ് എന്നാണ് അടിച്ചത്. ആ ടാലി ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ തുറന്നു കഴിഞ്ഞാൽ, അതായത് ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പോലെ തന്നെ 2019 മാർച്ച് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് TBK900 എന്നുള്ള ഒരു ഫയലാണ് ജനറേറ്റ് ആവുന്നത്. പണ്ട്, അതായത് 7.2 മുതൽ അല്ലെങ്കിൽ 5.4 മുതൽ നമ്മളുടെ 9 വരെ നമുക്ക് ഒരു സിംഗിൾ ഫയലായിരുന്നു നമ്മളുടെ ബാക്കപ്പ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു ഫയൽ കറപ്റ്റഡ് ആയി പോയാൽ അതിലുള്ള ഒരു കമ്പനികളും ചിലപ്പോൾ നമുക്ക് റിക്കവറി അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് അവർ മാറ്റിയിട്ടുണ്ട്. ഓരോ കമ്പനിയുടെയും ബാക്കപ്പ് ഓരോ TBK ഫയലായിട്ടാണ് വരുന്നത്. ഈ TBK ഫയൽ ചിലർ ചോദിക്കാറുണ്ട് ഓപ്പൺ ആവുന്നില്ലല്ലോ, ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആവുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും നമ്മളുടെ ബാക്കപ്പ് TBK എന്ന് പറയുന്ന ബാക്കപ്പ് നമുക്ക് ഡയറക്റ്റ് ഡബിൾ ക്ലിക്കിലൂടെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നമുക്കത് റീസ്റ്റോർ ചെയ്താൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അറിയുന്നവരാണെങ്കിൽ അത് റീസ്റ്റോർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നിങ്ങൾ റീസ്റ്റോറിലേക്ക് പോകേണ്ട കാര്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. റീസ്റ്റോർ ചെയ്യാതെ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കേസ്, നമ്മൾ ഈ ഡേറ്റ് കൊടുക്കുന്നത് നിർബന്ധമായിട്ടും കൊടുക്കുക. നിർബന്ധമായിട്ടും കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം സെയിം പാത്തിലേക്ക് നമ്മൾ ബാക്കപ്പ് ചെയ്യുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഈ കമ്പനി ബാക്കപ്പ് ചെയ്യുകയാണെങ്കിൽ
ഒന്ന് എൻ്റർ അടിച്ചു, ആക്സെപ്റ്റ് ചെയ്തു. ആക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ഓവർ റൈറ്റ് ബാക്കപ്പ്. ഇത് അധികം ആൾക്കാരും എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മളുടെ ബാക്കപ്പ് ഓവർ റൈറ്റ് യെസ് കൊടുക്കും. ഈ യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ചെയ്ത ബാക്കപ്പ് അവിടുന്ന് ഇറേസ് ആയിട്ട് നമ്മളുടെ പുതിയ ബാക്കപ്പ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ അഥവാ നമ്മൾ ഇത്രയും കാലം ചെയ്തതിൽ കറക്റ്റായിട്ടുള്ള ബാക്കപ്പ് അവിടെ ഉണ്ടായിരുന്നു, അതായത് മാർച്ച് 2-ന്. പക്ഷേ ഈ ഓവർ റൈറ്റ് വരുന്നതോടുകൂടി ചിലപ്പോൾ നമ്മളുടെ എററുള്ള ഡാറ്റ ആയിരിക്കും അവിടെ പോയിട്ട് കയറുന്നത്. അപ്പോൾ ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾ നിർബന്ധമായിട്ടും എസ്കേപ്പ് പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എൻഡിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ബാക്കപ്പും കൂടിയാണ് എടുക്കേണ്ടതെങ്കിൽ അതിൻ്റെ ടൈമും കൂടി കൊടുത്താൽ മതി. ടൈം അവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്തിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളോട് ഏതാ കമ്പനി എന്ന് ചോദിക്കും, കമ്പനി സെലക്ട് ചെയ്യുക, എൻഡ് ഓഫ് ലിസ്റ്റ് അടിക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ അത് ബാക്കപ്പായി. ഇപ്പോൾ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നേരത്തെ പോയ സെയിം സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു പുതിയ ഫോൾഡറായിട്ട് വരും. ഒരിക്കലും ഇതിലുള്ള ഈ നമ്പർ 10008 എന്നുള്ള ഈ നമ്പർ നമുക്ക് ഒരിക്കലും എന്താവില്ല, ഈ നമ്പർ ഒരിക്കലും ഓവർ റൈറ്റ് ആവില്ല. അപ്പോൾ നമുക്ക് ഇതിലുള്ള എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ രണ്ടും വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി ചിലർ ചോദിക്കും, നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഡാറ്റയുടെ സ്പേസ് അല്ലെങ്കിൽ നമ്മളുടെ ഡിസ്കിലെ സ്പേസ് പെട്ടെന്ന് തീരില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയൊരു കമ്പനിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഡെയിലി ബാക്കപ്പ് എടുക്കുകയാണ്, നിങ്ങളുടെ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഴിയുന്നതും 1-2 ബാക്കപ്പ് അവിടെ വെച്ചതിന് ശേഷം ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ലെങ്കിൽ മാസത്തിലെ 1, 1-ാം തീയതി, 15-ാം തീയതി, 30-ാം തീയതി ഇങ്ങനെ 3 ദിവസങ്ങളിലുള്ള ബാക്കപ്പുകൾ അവിടെ വെച്ചതിന് ശേഷം ബാക്കി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു CD-യിലേക്ക് ഒരു 10 രൂപ മുടക്കിയിട്ട് ഒരു CD മേടിച്ച് അതിലേക്ക് റൈറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് കളയാം. നിങ്ങൾക്ക് മുഴുവനായിട്ടും ഒഴിവാക്കാം. പക്ഷേ ഒഴിവാക്കുന്നതിന് മുന്നേ ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, കഴിയുന്നത് നിങ്ങളൊരു CD-യിലേക്ക് അല്ലെങ്കിൽ DVD-യിലേക്ക് റൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഡിലീറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ടാലിയിൽ ഒരു കമ്പനിയും ഓപ്പൺ ആക്കാതെ നമ്മൾ സിസ്റ്റം തുറന്ന പാട് ഗേറ്റ് വേ ഓഫ് ടാലി എന്ന് പറഞ്ഞ ഭാഗത്ത് എത്തിയപ്പോഴുള്ള ബാക്കപ്പ് സ്ക്രീനാണ്. ഇതേ സാധനം നമ്മൾ ഒരു കമ്പനി സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ കമ്പനി തുറന്നതിന് ശേഷം നമുക്ക് ആ സ്ക്രീനിൽ അത് ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണിച്ചു തരില്ല. അപ്പോൾ നിങ്ങൾ ആ സ്ക്രീനിൽ, അതായത് വീണ്ടും നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഗേറ്റ് വേ ഓഫ് ടാലി എന്നുള്ള ഈ സ്ക്രീനിൽ തന്നെയാണ് നമ്മളുള്ളത്. ആ ഗേറ്റ് വേ ഓഫ് ടാലി എന്ന് പറയുന്ന ഈ സ്ക്രീനിൽ നിന്ന് നമ്മൾ കമ്പനി ഇൻഫോ എന്ന് പറഞ്ഞ ബട്ടൺ നമ്മളുടെ റൈറ്റ് സൈഡിലുണ്ട്. കമ്പനി ഇൻഫോ ബട്ടൺ ബാറിലായിട്ടുണ്ട്. നമ്മളുടെ ബട്ടൺ ബാർ എന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. ബട്ടൺ ബാറിൽ ഇത് സാധാരണ നോർമൽ ബട്ടൺ ബാർ, ഇത് ടോപ്പ് ബട്ടൺ ബാർ, ഇത് ബോട്ടം, ഇവിടെ താഴെ ഒരു ലൈനും കൂടി ഉണ്ടാവും, അത് ബോട്ടം ബട്ടൺ ബാറാണ്. ഇതിൽ ഈ ബട്ടൺ ബാറിൽ നമുക്ക് കമ്പനി ഇൻഫോ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ഈ കമ്പനി ഇൻഫോ എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ വന്ന പോലെ തന്നെ ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ വരും. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് സെയിം തന്നെയാണ്. നമ്മളുടെ ഏതാണോ ഡേറ്റ് അവിടെ ഡേറ്റ് അടിക്കുക, സോഴ്സ്, ഡെസ്റ്റിനേഷൻ. സോഴ്സ് നമ്മളുടെ ഡാറ്റ എവിടെ നിന്നാണ് എടുക്കുന്നത് എന്നുള്ള, ഡെസ്റ്റിനേഷൻ നമുക്ക് എവിടേക്കാണ് നമ്മളുടെ ഡാറ്റ ബാക്കപ്പ് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻ എൻ്റർ ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞാൽ നമ്മളുടെ സെലക്ഷൻ കഴിഞ്ഞാൽ അടുത്ത കമ്പനി സെലക്ട് ചെയ്യുന്നു. സെലക്ഷൻ കഴിഞ്ഞാൽ എൻഡ് ഓഫ് ലിസ്റ്റ് അടിക്കുക, ആക്സെപ്റ്റ് അടിക്കുക, ബാക്കപ്പായി. ഇപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് ഏറിയാൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ഏറിയാൽ വരുന്ന ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പം ദിവസങ്ങളും മാസങ്ങളും നിങ്ങൾ ചിലപ്പോൾ കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ബാക്കപ്പ് എടുക്കുക. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് എടുത്ത ബാക്കപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ മാർച്ച് 1 ആയിരുന്നു കൊടുത്തത്. ആ മാർച്ച് 1 കണ്ടോ, എല്ലാം വേറെ ഫോൾഡറിലായിട്ട് വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് തരാനൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സുഖമായിരിക്കും. അതുകൊണ്ട് ഡെയിലി ബാക്കപ്പ് എടുക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം പ്രജിത്ത്. ഇനി ഡാറ്റ കോപ്പി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടവർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട്.